വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലും കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. കുറെ അർത്ഥങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം തന്നെ അചാനക്. അചാനക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുക എന്ന് പറയുന്നത്, പെട്ടെന്ന്. അതാണ് ഈ അചാനക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാണ് അത് പെട്ടെന്ന് സംഭവിച്ചു, വോ അചാനക് സെ ഹുവ, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യം, വോ അചാനക് സെ ഹുവ. ഇനിയിപ്പോ നമ്മൾ മ്യൂസിക്കൽ ചെയർ കളിക്കുന്നില്ലയോ, മറ്റേ കസേരോട്ടം, ആ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, മ്യൂസിക് ഓൺ ചെയ്യും അല്ലേ, പെട്ടെന്ന് അത് ഓഫ് ചെയ്യും. അചാനക് സെ മ്യൂസിക് അചാനക് സെ ബന്ദ് കർനാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ബന്ദ് ചെയ്യണം അല്ലേ, നമ്മൾ അറിയുന്നില്ല. അതാണ് ഈ അചാനക് എന്നുള്ള വാക്കിനർത്ഥം. ഓക്കെ, ശരി. അടുത്തതാണ് മത്ലബ്. മത്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാണ് കേട്ടോ. മത്ലബ് ഇപ്പൊ മീനിങ്. ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയാണ്, അപ്പൊ പറയാണ് ഉസ്ക മത്ലബ് ക്യാ ഹൈ, അതിനർത്ഥം എന്താ, നീ പറഞ്ഞതിന് അർത്ഥം എന്താ, ഉസ്ക മത്ലബ് ക്യാ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. മത്ലബ് അർത്ഥം. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയാണ് ബറാബർ. ബറാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എന്നാണ്, തുല്യം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് ഇപ്പൊ ഒരു സാധനം നമ്മളിങ്ങനെ ഇട്ടു, രണ്ടിലും നോക്കി ഈക്വൽ അല്ല, ഇതിൽ ഈക്വൽ അല്ല, ഇതിൽ കുറവാണെങ്കിൽ ഇസ്മേ ഓർ തോട ഡാലോ, ഇതിൽ കുറച്ചും കൂടി ഇടൂ. അബി ബറാബർ ഹോഗിയ. ബറാബർ ഹോഗിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയി, മനസ്സിലായോ? അപ്പോ ബറാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ, തുല്യം, അതാണ് അർത്ഥം. ഓക്കെ, ശരി. അടുത്ത വാക്കാണ് മുഷ്കിൽ. ഒരുപാട് പേർക്ക് അറിയാം അല്ലെ. മുഷ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. നമ്മൾ ഒന്ന് രണ്ട് വേർഡ്, ദിക്കത്ത്, തക്ലീഫ്, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിന് അല്ലെ. ഇതിലെല്ലാം ഈസി ആയിട്ട് വരുന്നതാണ് മുഷ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് ഇന്നത്തെ പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എക്സാം. ഓക്കെ, ആജ് കാ പേപ്പർ ബഹുത് മുഷ്കിൽ താ. ആജ് കാ പേപ്പർ ബഹുത് മുഷ്കിൽ താ. അല്ലെങ്കിൽ പറയും ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. യഹ് കർന ബഹുത് മുഷ്കിൽ ഹൈ. യഹ് കർന ബഹുത് മുഷ്കിൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്നിടത്ത് യൂസ് ചെയ്യുന്നതാണ് മുഷ്കിൽ എന്ന വേർഡ്. ഓക്കെ, ശരി. അടുത്തതാണ് സവാൽ. സവാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ, ചോദ്യം, അതാണ് അർത്ഥം കേട്ടോ. ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറയാണ് മേക്ക് സവാൽ പൂച്ചും, മേം ഏക് സവാൽ പൂച്ചും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയണേ, ഈ സവാൽ ബഹുത് ആസാൻ ഹൈ. ഈ ചോദ്യം വളരെ എളുപ്പം അറിയില്ലേ, ഈ സവാൽ ബഹുത് ആസാൻ ഹൈ, മനസ്സിലായോ? ഈ ചോദ്യം വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ സവാൽ ചോദ്യം. ശരി. അടുത്തതാണ് ബഡിയ. ബഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അച്ഛ എന്നുള്ളൊരു അർത്ഥമുണ്ട് കേട്ടോ, നല്ലത്. പക്ഷെ അതിനൊന്നും കൂടി നമ്മൾ എന്താ പറയാ, ഗംഭീരം എന്നൊക്കെ പറയില്ലേ, സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ബഡിയ, മനസ്സിലായോ? ഇപ്പൊ ഖാന ബഹുത് ബഡിയ താ, ഖാന അച്ഛാ താ, ഭക്ഷണം നല്ലതായിരുന്നു. പക്ഷെ ഖാന ബഹുത് ബഡിയ താ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അങ്ങനെ ടോപ്പിലായി, മനസ്സിലായോ? ഓക്കെ, ഗംഭീരായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഖാന ബഹുത് ബഡിയ താ. ഇനി ആപ്നെ യേ ബഡിയ സെ കിയ, താങ്കൾ ഇത് നന്നായിട്ട് ചെയ്തു. ആപ്നെ യേ ബഡിയ സെ കിയ, മനസ്സിലായോ? അച്ഛാ സെ കിയ എന്ന് പറയാം, ശരിയാണ്. പക്ഷെ കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ, ഇത്തിരി കൂടി ടോപ്പിൽ പറയാനായിട്ടാണ് ബഡിയ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു വാക്കാണ് ഗമണ്ട്. ഗമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, അഹംഭാവം എന്നൊക്കെയാണ് കേട്ടോ, ഗമണ്ട്. ഓക്കെ, അപ്പൊ അവൻ ഭയങ്കര അഹങ്കാരിയാ എന്ന് പറയില്ലേ, അങ്ങനെയാണ്. വോ ബഹുത് ഗമണ്ഡി ഹെ, വോ ബഹുത് ഗമണ്ഡി ഹെ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര അഹങ്കാരിയാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ വാക്കാണ് ചതുർ. ചതുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സ്മാർട്ട് എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ, ക്ലവർ, സ്മാർട്ട്, ബുദ്ധിയുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ചതുർ. അപ്പൊ നമ്മൾ അവൻ നല്ല ക്ലവർ ആണെന്ന് എങ്ങനെ പറയാ, വോ ചതുർ, വോ ചതുർ, കിട്ടിയേ? ഓക്കെ, ഇനി പറയുന്ന ഒരു വാക്കാണ് ഇതുപോലെ ക്ലവർ, സ്മാർട്ടിന് ഹോഷിയാർ. ഹോഷിയാർ, വോ ബഹുത് ഹോഷിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല സ്മാർട്ടാ, വോ ബഹുത് ഹോഷിയാർ ഹെ.
ഹുഷിയാർ, സ്മാർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ശരി, ഇനി അടുത്ത വേർഡാണ് ക്യാൽ. ക്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കെയർ ചെയ്യുക, ക്യാൽ റക്കന. ठीक ഓക്കെ. അപ്പൊ നമ്മൾ പറയാണ് മക്കളെ നന്നായിട്ട് കെയർ ചെയ്യണം. എങ്ങനെയാ പറയാ, बच्चों को अच्छे से ख्याल रखना है, बच्चों को अच्छे से ख्याल रखना है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നന്നായിട്ട് കെയർ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ കെയർ ചെയ്യണം. നമ്മൾ പറയും നമ്മളെ കെയർ ചെയ്യണം അല്ലെ, അപ്പന ഖ്യാൽ രഖന ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വയം കെയർ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പന ഖ്യാൽ രഖന ഹെ. ഇതില് ഖ്യാൽ എന്നുള്ളത് ചിലയിടത്ത് എന്താ പറയാ ഖയാൽ എന്ന് പ്രൊനൗൺസ് ചെയ്യും, കറക്റ്റ് അത് എഴുതുന്നത് ഖ്യാൽ എന്നാണ് കേട്ടോ, ഖ്യാൽ രഖന. ഓക്കെ. ശരി, ഇനി അടുത്തൊരു വാക്കാണ് മുസീബത്ത്. മുസീബത്ത് മുസീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, കുഴപ്പം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, കുഴപ്പം വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? മുസീബത്ത് ആനെ പർ ക്യാ കർന ചാഹിയേ. നമ്മളങ്ങനെ ചോദിക്കില്ലേ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? മുസീബത്ത് ആനെ പർ ക്യാ കർന ചാഹിയേ. അതാണ്. അതുപോലെ തന്നെ ഞാൻ പറയാണ്, ഞാൻ ഇന്നൊരു പ്രശ്നത്തിൽ പെട്ടു. എങ്ങനെയാണ്? ആജ് മേ മുസീബത്ത് മേ ഫസ് ഗയാ, ആജ് മേ മുസീബത്ത് മേ ഫസ് ഗയി. മനസ്സിലായോ? ഫസ് ഗയ എന്ന് പറയുന്നത് പെട്ടുപോയി എന്നുള്ള അർത്ഥം കേട്ടോ. നമ്മളത് പഠിച്ചിട്ടില്ല, ആ ഒരു വാക്ക് കൂടി പഠിച്ചു വെച്ചോളൂ. ഫസ് ഗയ. ഫസ് ഗയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ അകത്ത് എന്താ പറയാ, കുടത്തിൽ പെട്ടുപോയി എന്ന് പറയില്ലേ, ഉസ്ക അന്തർ ഫസ് ഗയ എന്നാ പറയാ. മനസ്സിലായോ? ഫസ് ഗയ എന്ന് പറയുന്നത് പെട്ടുപോയി. അപ്പൊ ആജ്മേ മുസീബത്ത് മേ ഫസ് ഗയ എന്നാണെങ്കിൽ എങ്ങനെയാണ്? കുഴപ്പത്തിൽ പെട്ടുപോയി. മനസ്സിലായോ? അതുപോലെ തന്നെ ഓഫീസ് മേ തോടി മുസീബത്ത് ഹുയി ഹെ, ഓഫീസ് മേ തോടി മുസീബത്ത് ഹുയി ഹെ. മുസീബത്ത് ഒരു സ്ത്രീലിംഗ് വേർഡാട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഹുയി ഹെ എന്ന് പറയുന്നത്. ഓക്കെ. ഓഫീസ് മേ തോടി മുസീബത്ത് ഹുയി ഹെ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഓഫീസിൽ ചെറിയ പ്രശ്നം, കുഴപ്പമുണ്ടായി, അതാണ്. ഓക്കെ. ശരി, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. കുറച്ച് പുതിയ അർത്ഥങ്ങൾ, നമ്മൾ ക്ലാസ്സുകളിൽ ഒന്നും വരാത്ത പുതിയ അർത്ഥങ്ങളാണിത്. ഇതെല്ലാം പഠിക്കുക തന്നെ വേണം, കാരണം വേറെ ആൾക്കാരുമായിട്ട് സംസാരിക്കാത്തവർക്ക് ഇതെല്ലാം ക്ലാസ്സുകളിലൂടെ പഠിച്ചെടുക്കണം. അതല്ല മറ്റുള്ളവരോട് ഹിന്ദിക്കാരോടുകൂടി സംസാരിക്കാനായിട്ട് ചാൻസ് കിട്ടുന്നവർക്ക് ഇത്രയ്ക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കുറേയൊക്കെ നമ്മൾ സംസാരിക്കാനുള്ള ഫ്ലോ മാത്രം കിട്ടിയാൽ മതി അല്ലേ. നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നേരിട്ട് സംസാരിക്കും, ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. പക്ഷെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളാണ് ഞാൻ സീരീസിൽ എടുത്തു കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതെല്ലാം പഠിച്ചിരിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.